So, the next topic is about the exchange of gases. നമ്മൾ ഇത്രയും നേരം ബാക്കി റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ അനാറ്റമിയും അതുപോലെ ഫങ്ഷൻസും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ നമുക്കറിയാം റെസ്പിറേഷനാണ്. സോ എങ്ങനെയാണ് ഗ്യാസ് നമ്മൾ ബ്ലഡിനകത്ത് കൂടി പാസ് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് പോകുന്നത്? മെയിൻലി രണ്ട് ഗ്യാസാണ് നിങ്ങൾക്കറിയാം, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. ഓക്കെ, സോ ഫസ്റ്റ് വി ആർ മൂവിങ് എബൌട്ട് ദിസ് ഓക്സിജൻ ട്രാൻസ്പോർട്ട്. ആക്ച്വലി നമ്മുടെ വാട്ടറിനകത്ത് ഓക്സിജൻ ഈസിലി ഡിസോൾവ് ചെയ്യാറില്ല. ഓൺലി 1.5% is dissolved in blood plasma and the remaining 98.5% bound to hemoglobin in red cells. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഹീമോഗ്ലോബിൻ്റെ ഒരു മെയിൻ ഫങ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഗാഷ്യസ് ട്രാൻസ്പോർട്ട് തന്നെയാണ്. സോ മെയിനായിട്ടും ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ ഈ ഹീമോഗ്ലോബിൻ തന്നെയാണ്. പ്ലാസ്മയിൽ വെരി മൈന്യൂട്ട് എമൗണ്ട്, ദാറ്റ് ഇസ് ഹാർഡ്ലി 1.5% മാത്രമേ ബ്ലഡ് പ്ലാസ്മയായിട്ട് ബൗണ്ട് ചെയ്തിട്ട് പോകുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഒരു ടോട്ടൽ എമൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 100 ml ഓക്സിജനേറ്റഡ് ബ്ലഡിനകത്ത് ഓൺലി 20 ml ഗാഷ്യസ് ഓക്സിജൻ മാത്രമേ ഉണ്ടായിരിക്കൂ. ഓക്കെ, അത് ഒരു ആവറേജ് വാല്യൂ ആണ്. നമ്മൾ പറയുക ബ്ലഡ് എടുക്കുക, ഒരു 100 ml ബ്ലഡ്, അപ്പോൾ അതിൽ എത്ര ഓക്സിജൻ ഉണ്ടെന്ന് മാത്രം ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഓക്സിജൻ മാത്രം 20 ml ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 100 ml 20 ml ഓക്സിജൻ ഉണ്ടെങ്കിൽ അതിനകത്ത് 0.3 ml പ്ലാസ്മയായിട്ടും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ബാക്കി 19.7 ml ഹീമോഗ്ലോബിനായിട്ടായിരിക്കും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അത് നമ്മൾ 20 ml കൺസിഡർ ചെയ്യുമ്പോഴാണ്. 100 ml ബ്ലഡിൽ 20 ml ഗാഷ്യസ് ഓക്സിജൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ 20 ml 0.3 ml മാത്രമേ പ്ലാസ്മയ്ക്കകത്തുണ്ടാവൂ. ബാക്കി ഹീമോഗ്ലോബിനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണുള്ളത്. ഓക്കെ, the heme portion of hemoglobin contains 4 iron atom which can bind to oxygen molecule. Oxygen bind in a easily way എന്ന് വെച്ചാൽ ഈസിലി ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു വേയിലാണ് അത് ബൗണ്ട് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആവശ്യമുള്ളപ്പം പെട്ടെന്ന് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഓക്സിജനെ ലിബറേറ്റ് ചെയ്യാനും പിന്നെ എപ്പോഴാണോ ആവശ്യം അപ്പോൾ തന്നെ ഓക്സിജനെ ബൈൻഡ് ചെയ്യാനും പറ്റിയ ഒരു ഫോമിലാണ് അത്. അതിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ ബോണ്ടിങ്ങും വരുന്നത്. ഓക്കെ, ഇതാണ് റെഡ്യൂസ്ഡ് ഹീമോഗ്ലോബിൻ, അതാണ് ഡിയോക്സി ഹീമോഗ്ലോബിൻ. അതിൻ്റെ കൂടെ ഓക്സിജൻ ബൈൻഡ് ചെയ്യുമ്പോൾ ബൈൻഡിങ് ഓഫ് ഓക്സിജൻ പ്രൊഡ്യൂസേഴ്സ് ഓക്സി ഹീമോഗ്ലോബിൻ. ഈ ഓക്സി ഹീമോഗ്ലോബിനെ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഓക്സിജൻ ലിബറേറ്റ് ചെയ്യും. അതുപോലെ റെഡ്യൂസ്ഡ് ഹീമോഗ്ലോബിൻ ഉണ്ടാവുകയും ചെയ്യും. ഇത് രണ്ട് സൈഡിലേക്ക് നടക്കുന്നൊരു റിയാക്ഷനാണ്. ഓക്കെ, ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹീമോഗ്ലോബിൻ ആൻഡ് ഓക്സിജൻ, പാർഷ്യൽ പ്രഷർ. ആക്ച്വലി പാർഷ്യൽ പ്രഷർ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പണ്ട് പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ദ ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു ദി പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് ഗ്യാസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ പ്രഷർ നമുക്ക് വരികയാണെങ്കിൽ ഓരോന്നിൻ്റെയും പാർഷ്യൽ പ്രഷർ നമ്മുടെ ബോഡിയിലുള്ള ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷറിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതാണ് ഈ പാർഷ്യൽ പ്രഷർ ഇവിടെ വരുന്നത്. വെച്ചാൽ പാർഷ്യൽ പ്രഷർ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാത്രം പ്രഷറിനെ നമുക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയാം. ഓക്സിജൻ്റെ മാത്രമാണെങ്കിൽ അതിനെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയാം. അങ്ങനെ ഓരോന്നിനും ഡിഫറെൻ്റ് ആയിരിക്കും പാർഷ്യൽ പ്രഷർ. ഓക്കെ, how much the oxygen binding to the hemoglobin depend on the partial pressure of the oxygen. The higher the partial pressure of oxygen, the higher will be the binding with hemoglobin. Partial pressure കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ഓക്സിജൻ്റെ ലെവൽ കൂടുതലായിരിക്കും. അപ്പോൾ ഹയർ ദ പാർഷ്യൽ പ്രഷർ എന്ന് വെച്ചാൽ കൂടുതൽ എമൗണ്ട് ഓക്സിജൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഹയർ വിൽ ബി ദ ബൈൻഡിങ് എന്ന് വെച്ചാൽ ഓക്സിജൻ്റെ ലെവൽ കൂടുന്നതിനനുസരിച്ചിട്ട് ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതിൻ്റെ ലെവലും കൂടുന്നർത്ഥം. Okay, when reduced hemoglobin is completely converted into oxyhemoglobin, it is called fully saturated. നമ്മൾക്കറിയാം ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് 4 ഓക്സിജൻ ആറ്റത്തിനെയാണ് കമ്പൈൻ ചെയ്യാൻ പറ്റുക. അങ്ങനെ 4 എണ്ണം കമ്പൈൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഹീമോഗ്ലോബിനാണ് നമ്മൾ പറയുന്നത് ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, വെൻ ഹീമോഗ്ലോബിൻ കൺസിസ്റ്റ് ഓഫ് oxyhemoglobin and free hemoglobin, it is called partially saturated.
അപ്പോൾ അവിടെ നമുക്ക് ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹീമോഗ്ലോബിനും ഉണ്ടാവും, ഫുള്ളി സാച്ചുറേറ്റഡ് അല്ല, ബൈൻഡ് ചെയ്തിട്ടുള്ള ഹീമോഗ്ലോബിൻ ഉണ്ടാവും, ഓക്സി ഹീമോഗ്ലോബിൻ. അതിൻ്റെ കൂടെ ബൈൻഡ് ചെയ്യാത്ത ഫ്രീ ആയിട്ടുള്ള ഹീമോഗ്ലോബിനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ടും ഉണ്ടെങ്കിൽ, ഓക്സി ഹീമോഗ്ലോബിനും ഫ്രീ ഹീമോഗ്ലോബിനും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് പറയാം, അങ്ങനത്തെ ബ്ലഡിനെയാണ് നമ്മൾ പറയണത് പാർഷ്യലി സാച്ചുറേറ്റഡ്. ഓക്കെ, എന്ന് വെച്ചാൽ അതിന് ഇനിയും ഓക്സിജനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. Each hemoglobin molecule can bind to 4 oxygen molecule. When 2 molecules are bound to hemoglobin, the saturation is 50%. അത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ഹീമോഗ്ലോബിന് 4 ആൾക്കാരെ 4 ഓക്സിജന് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 4 ഓക്സിജനുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അത് 100%. അതിനകത്ത് ഒരു ഓക്സിജൻ മാത്രം അറ്റാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കി 3 എണ്ണം, അപ്പോൾ 75%. 2 ആളെ മാത്രമാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ 50%. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതിനാണ് ഇവിടെയും പറയുന്നത്. വെൻ 2 molecules are binded to hemoglobin, its saturation is 50%. When the partial pressure of oxygen is high, it binds to more amount of oxygen and the hemoglobin will be fully saturated. When the partial pressure is low, hemoglobin is partially saturated. ഓക്കെ, അപ്പോൾ പാർഷ്യൽ പ്രഷർ നോക്കിയിട്ടാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ സാച്ചുറേറ്റഡ് ആവോ അല്ലെങ്കിൽ പാർഷ്യലി സാച്ചുറേറ്റഡ് ആവുമോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇൻ പൾമണറി കാപ്പിലറീസ്, പൾമണറി കാപ്പിലറി എന്ന് പറയുമ്പോൾ നമ്മുടെ ലങ്സിനകത്തുള്ള ബ്ലഡ് വെസൽ, ദ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ഹൈ. കാരണം നമ്മൾ പെട്ടെന്ന് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുക്കുന്ന എയറല്ലേ ഉണ്ടാവുക, അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന എയറിൽ കൂടുതലായിട്ടും ഓക്സിജനാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ പൾമണറി കാപ്പിലറീസിനകത്ത് ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. സോ മോർ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇസ് ബൈൻഡ് ടു ബ്ലഡ്, അല്ലെങ്കിൽ ആ ലങ്സിൽ നിന്ന് കൂടുതൽ ഓക്സിജനെ ബ്ലഡിലോട്ടേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പാർഷ്യൽ പ്രഷർ കൂടുതലുള്ളിടത്തു നിന്ന് കുറഞ്ഞ ഇടത്തിലോട്ടേക്ക് അത് പാസ് ചെയ്യും. സുഖമായിട്ട് എങ്ങോട്ട് പാസ് ചെയ്യും? ബ്ലഡ് അതുവഴി പാസ് ചെയ്യുമ്പോൾ ബ്ലഡിൻ്റെ ഹീമോഗ്ലോബിനകത്തോട്ടേക്ക് അതിനെ പാസ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ഇൻ ടിഷ്യൂ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ടിഷ്യൂവിൽ വരിക. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് വെരി ലോ. കാരണം നമ്മളവിടെ ബ്ലഡ് കൊണ്ടുപോയി കൊടുത്ത ഈ ഓക്സിജൻ യൂട്ടിലൈസ് ആയി പോയിട്ടുണ്ടാവും, എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ലിബറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഷോ ദ ഡിസോൾവ്ഡ് ഓക്സിജൻ ഈസ് ലിബറേറ്റഡ് ഇൻ ടു ദ ടിഷ്യൂ ബൈ ഡിഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ അവിടെ ഓക്സിജൻ്റെ ലെവൽ കുറവാണ്, എത്തുന്ന ബ്ലഡിനകത്ത് ഓക്സിജൻ്റെ ലെവൽ കൂടുതലാണ്. അപ്പോൾ കൂടുതൽ ഉള്ള ഓക്സിജൻ, ദാറ്റ് ഈസ് ബ്ലഡിനകത്തുനിന്ന് ടിഷ്യൂവിൻ്റെ അകത്തോട്ടേക്ക് ഓക്സിജൻ സുഖമായിട്ട് കയറിപ്പോവും. ഓക്കെ, വെൻ ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇസ് ബിറ്റ്വീൻ 60 and 100 mmHg, the saturation is almost 90% or more. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഹയർ ക്ലാസ്സസിലോട്ടേക്ക് വരുമ്പോൾ അതിൻ്റെ അപ്പോൾ നമ്മൾ ഹയർ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓക്സിമെട്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റിനെ പഠിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ തമ്പിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിംഗേഴ്സിൻ്റെ മുകളിലൊരു ക്യാപ്പ് പോലെ ഒരു ഇൻസ്ട്രുമെൻ്റ് കൊണ്ടുവന്നിട്ട് വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓക്സിജൻ്റെ സാച്ചുറേഷനാണ് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റും 60 to 100 mmHg ആണ് നമ്മുടെ പാർഷ്യൽ പ്രഷർ എന്ന് വെച്ചാൽ ഹാർഡ്ലി 90% അല്ലെങ്കിൽ കൂടുതലായിരിക്കും നമ്മുടെ ബ്ലഡിൻ്റെ സാച്ചുറേഷൻ, അല്ലെങ്കിൽ എന്തായിരിക്കും, റിച്ച് ആയിരിക്കും നമ്മുടെ ബ്ലഡ് വിത്ത് ഓക്സിജൻ. ഓക്കെ, ദെൻ ആരൊക്കെയാണ് ഇനി ഓക്സിജനും നമ്മുടെ ഹീമോഗ്ലോബിനുമായിട്ടുള്ള ബൈൻഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ അഫിനിറ്റി ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ. ഫസ്റ്റ് വൺ is the acidity or pH. As the acidity increases, the affinity of the oxygen with the hemoglobin decreases. Oxygen dissociate more readily from the hemoglobin. അപ്പോൾ അസിഡിറ്റി നിങ്ങൾക്കറിയാമല്ലോ, H+ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാം. അഫിനിറ്റി എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ദാറ്റ് ഇസ് എ ലവിങ് ക്യാരക്ടർ. അപ്പോൾ അസിഡിറ്റി കൂടുമ്പോൾ അഫിനിറ്റി കുറയും. അപ്പോൾ മോർ ആസിഡ് ആണെങ്കിൽ ഹീമോഗ്ലോബിന് ഓക്സിജൻ്റെ മുകളിൽ നിന്ന് പെട്ടെന്ന് ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആസിഡ് ക്യാരക്ടർ കൂടുന്നതിനനുസരിച്ച് ഡിസോസിയേഷനും കൂടും. ഓക്കെ, അങ്ങനെ തന്നെയല്ലേ പറയണത്, അസിഡിറ്റി ഇൻക്രീസസ് ദി അഫിനിറ്റി ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ ഡിക്രീസസ്. അപ്പോൾ അഫിനിറ്റി കുറയും. ഓക്സിജൻ ഡിസോസിയേറ്റ് മോർ റെഡിലി ഫ്രം ദി ഹീമോഗ്ലോബിൻ.
Okay, then increasing acidity increases the unloading of oxygen ഫ്രം ഹീമോഗ്ലോബിൻ. പിന്നെ മെയിൻലി നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ആസിഡ് എന്ന് പറയുകയാണെങ്കിൽ ലാക്റ്റിക് ആസിഡും കാർബോണിക് ആസിഡും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ലെവൽ കൂടുമ്പോൾ ഓക്സിജൻ പെട്ടെന്ന് ലിബറേറ്റഡ് ആവും. ആരുന്ന്? ഹീമോഗ്ലോബിനായിട്ട് ബൗണ്ട് ചെയ്തിട്ടുള്ള ഓക്സിജൻ പെട്ടെന്ന് ലിബറേറ്റ് ആവും ഇൻ പ്രസൻസ് ഓഫ് ദി ലാക്റ്റിക് ആസിഡ് ആൻഡ് കാർബോണിക് ആസിഡ്. ഈ ആസിഡ് മാത്രമല്ല വേറെ ഏതൊക്കെ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും H+ൻ്റെ ലെവൽ കൂടുന്നതിനനുസരിച്ചിട്ട് അൺലോഡിങ്ങും കൂടുതലാവും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുകയാണെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ദ എഫക്റ്റ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് അസിഡിറ്റി. അസിഡിറ്റീൻ്റെ സിമിലർ ആക്ഷൻ തന്നെയാണ് വരുന്നത്. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസസ് ഇറ്റ് റെഡിലി അൺലോഡ്സ് ഓക്സിജൻ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ ശ്രദ്ധിക്കണം, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ അല്ല, കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രഷർ കൂടുക എന്ന് പറയുകയാണെങ്കിൽ ഓക്സിജൻ എന്തായിരിക്കും? ഓക്സിജൻ്റെ ലെവൽ കുറവായിരിക്കും. അപ്പോൾ ഓക്സിജന് പെട്ടെന്ന് എന്ത് ചെയ്യണം? ആ ഹീമോഗ്ലോബിൻ്റെ മുകളിൽ മാറി കൊടുക്കേണ്ടി വരും. കാർബൺ ഡൈ ഓക്സൈഡ് വന്നിട്ട് അവിടെ അറ്റാച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ കൂടുമ്പോൾ ഓക്സിജൻ പെട്ടെന്ന് അൺലോഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ദ കാർബൺ ഡൈ ഓക്സൈഡ് ചേഞ്ചസ് ഇൻ ടു കാർബോണിക് ആസിഡ് ദാറ്റ് ഇൻക്രീസസ് ദ അസിഡിറ്റി. ഓക്കെ, അതിപ്പോൾ നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുക എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ അവിടെ കൂടുതലായിരിക്കും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ചുമ്മാ നിൽക്കില്ല. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് H2CO3 ഉണ്ടാവും. അതാണ് കാർബോണിക് ആസിഡ്. ആ H2CO3 വീണ്ടും എന്താവും? H+ഉം SCO3- ആയിട്ട് മാറും. അപ്പോൾ H+ ഉണ്ടായല്ലോ. അപ്പോൾ ഇങ്ങനെ H+ൻ്റെ ലെവൽ കൂടുമ്പോൾ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. ദ റിയാക്ഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ ദ എൻസൈം കാർബോണിക് anhydrase. The carbonic acid thus found in red blood cells change into H+ ion and bicarbonate ion. As the H+ concentration increases, pH ഡിക്രീസ് ചെയ്യും. അറിയാലോ, pH 7 താഴേക്ക് വരുമ്പോഴാണ് അസിഡിക് ആവുന്നത്. 7ൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ അത് ബേസിക് ആണ്. ഓക്കെ, അപ്പോൾ ഇൻക്രീസ്ഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസസ് മോർ അസിഡിക് എൻവയോൺമെൻറ്റ് വിച്ച് ഹെൽപ്പ് ടു റിലീസ് ദി ഓക്സിജൻ ഫ്രം ഹീമോഗ്ലോബിൻ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ആസിഡ് ക്യാരക്ടർ കൂടുമ്പോൾ വേഗം അൺലോഡ് ചെയ്യും. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ കൂടുമ്പോഴും വേഗം അൺലോഡ് ചെയ്യും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ കൂടുമ്പോൾ എന്താണ് ഉണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡ് അവിടെയുള്ള വാട്ടർ മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്തിട്ട് CO2ഉം H2Oയും കൂടി പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ഇറ്റ് പ്രൊഡ്യൂസസ് H2CO3. ഈ H2CO3 ഡിസോസിയേറ്റ് ചെയ്യും വേഗം ആൻഡ് ഫോംസ് H+ ആൻഡ് HCO3-. അപ്പോൾ ഈ H+ pH-നെ കുറയ്ക്കും. ഓക്കെ, ഇതാണ് റിയാക്ഷൻ. പിന്നെ വരുന്നത് ടെമ്പറേച്ചർ ഒരു മോഡറേറ്റ് ലെവലിലൊക്കെ കൂടുകയാണെങ്കിൽ അൺലോഡിങ് കൂടുകയാണ് ചെയ്യുക. അപ്പം നമുക്ക് പനിയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് കൂടുതൽ ലെവലിൽ ഓക്സിജൻ എന്ത് ചെയ്യും? ഹീമോഗ്ലോബിൻ്റെ മുകളിൽ ഡിസോസിയേറ്റ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുക. ഓക്കെ, ദെൻ BPG എന്ന് പറയുകയാണെങ്കിൽ 2,3-bisphosphoglycerate. അപ്പോൾ ഇത് നമ്മുടെ ബ്ലഡിനകത്തുള്ളൊരു കോമ്പൗണ്ടാണ് വിച്ച് ഡിക്രീസസ് ദി അഫിനിറ്റി ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ ആൻഡ് ഹെൽപ്പ് ടു അൺലോഡ് മോർ ഓക്സിജൻ ഫ്രം ഹീമോഗ്ലോബിൻ. അപ്പോൾ ഈ BPGൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലും പെട്ടെന്ന് ഹീമോഗ്ലോബിൻ ഓക്സിജനും ഹീമോഗ്ലോബിനായിട്ട് ഡിസോസിയേറ്റ് ആയിപ്പോവും. അപ്പോൾ പിന്നെ BPG ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ പിന്നെ ATP പ്രൊഡക്ഷൻ ഡ്യൂറിങ് ഹൈഡ്രോളിസിസ് വഴി ATP പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ബൈ പ്രോഡക്റ്റാണ് BPG. അത് നിങ്ങൾ കൂടുതലായിട്ട് അതിൻ്റെ ഇതൊന്നും പഠിക്കണ്ട, എങ്ങനെയാണ് വരുന്നതെന്നൊന്നും പഠിക്കണ്ട. ഈ ഹൈഡ്രോളിസിസിൻ്റെ സമയത്ത് ഉണ്ടാകുന്നൊരു ബൈ പ്രോഡക്റ്റ് ആണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ATP ജനറേഷൻ്റെ സമയത്താണ് BPG ഉണ്ടാകുന്നത്, 2,3-bisphosphoglycerate. എന്നിട്ട് അപ്പം അതിൻ്റെ ലെവൽ കൂടുമ്പോൾ എന്ത് പറ്റും? മോർ ഓക്സിജൻ ഇസ് അൺലോഡഡ് ഫ്രം ദ ഹീമോഗ്ലോബിൻ. പിന്നെ ഈ ലെവൽ BPGൻ്റെ ലെവൽ ബ്ലഡിൽ കൂടുന്നൊരു കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ്, നല്ല ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരിൽ BPGൻ്റെ ലെവൽ കൂടുതലായിരിക്കും. അപ്പോൾ BPG ലെവൽ കൂടുതലാകുമ്പോൾ അവർക്ക് ഓക്സിജൻ്റെ അൺലോഡിങ്ങും വേഗം നടക്കും. ഓക്കെ, ഇതൊരു ഗ്രാഫാണ്, ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ്. അപ്പോൾ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാം പെർസെൻറ്റേജ് സാച്ചുറേഷനാണ്, മറ്റേ സൈഡിൽ പാർഷ്യൽ പ്രഷർ ഇങ്ങനെ കൂടിക്കൂടി വരുന്നതിനനുസരിച്ചിട്ട് സാച്ചുറേഷനും കൂടുകയല്ലേ ചെയ്യുന്നത്. ആദ്യം നോക്കൂ, പാർഷ്യൽ പ്രഷർ 20 ആകുമ്പോൾ സാച്ചുറേഷൻ എത്രയായി? 30ൻ്റെ മുകളിൽ പോയി. 40 ആയപ്പോൾ 70ൻ്റെ മുകളിൽ പോയി. 100 ആയപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ 90ൻ്റെ മുകളിൽ പോയി.
അപ്പോൾ അത് കൂടി വരികയാണ് ചെയ്യുന്നത്. പിന്നെ 100 ആയാൽ പിന്നെ എന്തായി, അതൊരു സാച്ചുറേഷൻ പോയിൻ്റ് ആയില്ലേ, പിന്നെ അങ്ങോട്ടേക്ക് കൂടാനുള്ള ചാൻസ് ഇല്ല. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഈ ഗ്രാഫ് ഒന്ന് പഠിച്ചു വെക്കണം. ഒരു സൈഡിൽ പെർസെൻറ്റേജ് സാച്ചുറേഷനും മറ്റേ സൈഡിൽ പാർഷ്യൽ പ്രഷർ. ഇതേപോലെ വേറെയും ഗ്രാഫ് ഉണ്ട്. ഇത് ആദ്യം വരുന്നത് പി എച്ച് എങ്ങനെയാണ് നമ്മുടെ സാച്ചുറേഷനെ എഫക്റ്റ് ചെയ്യുന്നത്. പി എച്ചും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അഫിനിറ്റി, നമ്മൾ രണ്ടിനെയും ഏതാണ്ട് ഒരേ രീതിയിലല്ലേ പറഞ്ഞത്. അപ്പോൾ രണ്ടാണെങ്കിലും ഒരേപോലെയൊക്കെ ഗ്രാഫ് വരിക. ബ്ലാക്കിൽ മിഡിൽ കാണിക്കുന്നത് നോർമൽ പി എച്ച് ആണ്, ബ്ലഡിൻ്റെ 7.4. പി എച്ച് കുറയുകയാണെങ്കിൽ എന്ത് പറ്റും, സാച്ചുറേഷൻ കുറയുകയാണ് ചെയ്യുക. പി എച്ച് കൂടുകയാണെങ്കിൽ സാച്ചുറേഷൻ ഹൈ ബ്ലഡ് പി എച്ച് ആകുമ്പോൾ 7.6 അസിഡിക് അല്ല, ബേസിക് ക്യാരക്ടർ ആവല്ലേ ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ട് സാച്ചുറേഷനും ഇൻക്രീസ് ചെയ്യും. അത് അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ കുറയുമ്പോൾ ഇവിടെ ഓക്സിജൻ്റെ ലെവൽ കൂടും, ബ്ലൂ കാണുന്നത്. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് കുറവല്ലേ, അപ്പോൾ ഓക്സിജൻ അൺലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓക്സിജൻ്റെ ലെവൽ ബ്ലഡിൽ അങ്ങനെ തന്നെ നിൽക്കും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ കൂടുമ്പോൾ ഓക്സിജന് പെട്ടെന്ന് ഹീമോഗ്ലോബിനായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ വേഗം അതിൻ്റെ അൺലോഡിങ്ങും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് പിക്ചറിൽ കാണാം. ഈ ഗ്രാഫ് ഒന്ന് പഠിച്ചിട്ട് വെക്കുക കേട്ടോ. ഇതെന്ന് പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ചസിൻ്റെ ഗ്രാഫാണ്. ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചറൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ലെവൽ കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു ലൈൻ വരച്ച് നോക്കുക. ഇപ്പോൾ 30 മുകളിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. 30 മുകളിലേക്ക് ലൈൻ വരയ്ക്കുമ്പോൾ ഈ റെഡ് ലൈന് ഓൾമോസ്റ്റ് 20 മുകളിലാണ് എത്തുക. ബ്ലാക്ക് ആകുമ്പോൾ ഓൾമോസ്റ്റ് 50 മുകളിലെത്തും. വീണ്ടും വരയ്ക്കുമ്പോൾ ബ്ലൂ ആകുമ്പോൾ ഹാർഡ്ലി 80 മുകളിലെത്തും. അപ്പോൾ എന്താണ്, പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷൻ കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ ഓക്സിജൻ ലെവൽ പെട്ടെന്ന് എന്ത് പറ്റും, ഡിസോസിയേറ്റ് ചെയ്തിട്ട് പോകും. നമ്മൾ പഠിച്ചതും അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ദി ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് അണ്ടർ ദി നോർമൽ റെസ്റ്റിംഗ് കണ്ടീഷൻ, നമ്മൾ നേരത്തെ ഓക്സിജനെ പറഞ്ഞ പോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനും ഒരു നോർമൽ ലെവലുണ്ട്. 100 ml ബ്ലഡ് കണ്ടെയ്ൻ 53 ml ഓഫ് gaseous കാർബൺ ഡൈ ഓക്സൈഡ്. അവിടെ നമ്മൾക്ക് എമൗണ്ട് കൂടുതലുണ്ടായിരുന്നു. ഇവിടെ എമൗണ്ട് കുറച്ച് കുറവാണ്, 53 ml വരുന്നുള്ളൂ. ഓക്കെ, ദെൻ മെയിൻലി ബ്ലഡിൽ കൂടെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് 3 വേയിലാണ് കാർബൺ ഡൈ ഓക്സൈഡിന്. ആസ് ഡിസോൾവ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ്, carbamino compounds and bicarbonate ions. So first one is the dissolved carbon dioxide. ഏറ്റവും കുറവ് only 7% is transported by this process when the carbamino hemoglobin reaches the tissue. It is rich in oxygen, liberate the carbon dioxide and take oxygen into it by the process known as the simple diffusion. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡ് 7%. ഇപ്പം നമ്മൾക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ കൂടുതലുള്ളത് എവിടെയായിരിക്കും, ടിഷ്യൂലായിരിക്കും, ബോഡി ടിഷ്യൂസിനകത്ത്. അപ്പോൾ ആ ടിഷ്യൂവിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി, അതിനെ നമുക്ക് ലങ്സിലെത്തിക്കണം. അപ്പോൾ ബ്ലഡ് ആ ടിഷ്യൂവിൻ്റെ അടുത്ത് കൂടെ പാസ് ചെയ്യുമ്പോൾ കുറച്ച് എമൗണ്ട് മാത്രം ഡയറക്റ്റ്ലി ഇങ്ങനെ ഡിസോൾവ് ആയിട്ട് പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്തിട്ട് എന്ത് പറ്റും, ലങ്സിലോട്ടേക്ക് പോകും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞ സ്ഥലത്തോട്ടേക്ക് വരും. അപ്പോൾ ആ വഴി പാസ് ചെയ്യുന്ന ബ്ലഡിൽ ഓക്സിജൻ റിച്ച് ആണെങ്കിൽ ഓക്സിജൻ അങ്ങോട്ടേക്ക് പോകും, കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലേക്കും വരും. ഓക്കെ, ദെൻ ആസ് കാർബാമിനോ കോമ്പൗണ്ട്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ലെവൽ കൂടുതലാണ്. ടോട്ടലിൻ്റെ 23% എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. ദ മോസ്റ്റ് പ്രിവാലൻറ്റ് പ്രോട്ടീൻ ഇൻ ബ്ലഡ് ഏതാ, കാർബാമിനോ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അത് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു അമിനോ ഗ്രൂപ്പുമായിട്ട്. അമിനോ ഗ്രൂപ്പ് ഓഫ് അമിനോ ആസിഡ് ആൻഡ് പ്രോട്ടീൻ ഇൻ ബ്ലഡ് ടു ഫോം കാർബാമിനോ കോമ്പൗണ്ട്. ഈ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഏതെങ്കിലും ഒരു അമിനോ ഗ്രൂപ്പ്,
ഒരു അമിനോ ആസിഡിൻ്റെയോ അല്ലെങ്കിൽ പ്രോട്ടീനിൻ്റെയോ അമിനോ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ കാർബാമിനോ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമിനോ ഗ്രൂപ്പായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, പ്രോട്ടീനാണ്, ഏതെങ്കിലും പ്രോട്ടീനായിട്ട്. അപ്പോൾ നമ്മുടെ ബ്ലഡിലല്ലേ നടക്കണേ, ബ്ലഡിൽ ഏറ്റവും കൂടുതലുള്ള പ്രോട്ടീൻ ഏതാ? ഹീമോഗ്ലോബിൻ. അതൊരു ബ്ലഡ് പ്രോട്ടീനാണ്. അപ്പോൾ ഈ ഹീമോഗ്ലോബിനുമായിട്ടാണ് കൂടുതൽ ഇവർ അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, the most prevalent protein in blood is hemoglobin, so most of the carbon dioxide is transported with the help of this protein. Carbon dioxide binding sites are the terminals of amino acids of two alpha and beta globin chains of hemoglobin. അവ ഗ്ലോബിൻ ചെയിൻ്റെ മുകളിലാണ് അവർ അറ്റാച്ച് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ റിയാക്ഷൻ നടക്കുന്നത്. ഹീമോഗ്ലോബിനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി അറ്റാച്ച് ചെയ്തിട്ട് കാർബാമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാവും. നേരത്തെ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഉണ്ടായ അതേപോലെ തന്നെയാണ് ഓക്സിജന് പകരം കാർബൺ ഡൈ ഓക്സൈഡ് ആവുന്നതെന്ന് മാത്രം. ഓക്കെ, ദെൻ ആസ് ബൈകാർബണേറ്റ് അയോൺ, ഇതും നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അത് about 70% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ദിസ് മാനർ. അപ്പം ഏറ്റവും കൂടുതൽ പോകുന്നത് ത്രൂ ബൈകാർബണേറ്റ് അയോൺ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് റിയാക്ഷൻ നടക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് എന്താവും? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും ഇൻ പ്രസൻസ് ഓഫ് കാർബോണിക് ആൻഹൈഡ്രേസ്. അതാണ് CA എന്ന് എഴുതിയത്, കാർബോണിക് ആൻഹൈഡ്രേസ്. ഓക്കെ, എന്നിട്ട് അത് കാർബോണിക് ആസിഡ് ഉണ്ടാവും, ദാറ്റ് ഈസ് H2CO3. അത് ഹൈലി അൺസ്റ്റേബിളാണ്. അപ്പോൾ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്യും. ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ഹൈഡ്രജൻ അയോണും ഉണ്ടാവും, ഒരു ബൈകാർബണേറ്റ് അയോണും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി ഇവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവുക. എന്നിട്ട് ഈ ബൈകാർബണേറ്റ് അയൺ ആവശ്യമുള്ള സമയത്ത് വീണ്ടും H+ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഈ റിയാക്ഷൻ വീണ്ടും ബാക്കിലേക്ക് നടന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ലിബറേറ്റ് ചെയ്യുക. ഓക്കെ, കണ്ടോ, രണ്ട് സൈഡിലേക്കും നടക്കുന്ന റിയാക്ഷനാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വരുമ്പോൾ മുകളിൽ കൂടി മാത്രമേ റിയാക്ഷൻ നടക്കൂ, ആവശ്യമുള്ളപ്പോൾ താഴത്തെ റിയാക്ഷൻ നടക്കും. പക്ഷേ താഴത്തെ ആരോ മാർക്കില്ലേ, അത്. ഓക്കെ, ഈ റിയാക്ഷൻ നടക്കുന്നതും ഇൻസൈഡ് ദി RBC ആണ്. അപ്പോൾ ഇത് വരുന്നത് നമ്മൾ എങ്ങോട്ട് പോകണത്? ആരോ മാർക്ക് നോക്കിക്കോളൂ. ഇത് ഓക്സിജൻ ടിഷ്യൂലേക്ക് പോണതാണ് കേട്ടോ. ഇത് ആൽവിയോളൈ കാണാം നിങ്ങൾക്ക്. ആൽവിയോളയ്ക്കകത്ത് ഇൻഹെയിൽഡ് ഓക്സിജൻ എവിടെത്തി? പ്ലാസ്മ വഴി RBCക്കകത്തെത്തി. RBCക്കകത്തുനിന്ന് അത് ഓക്സി ഹീമോഗ്ലോബിനും H+ ആയി ലിബറേറ്റ് ചെയ്തു. H+ ഇവിടെയുണ്ട്, SCO3- ഉണ്ട്. H+ഉം SCO3- കൂടി റിയാക്ട് ചെയ്തിട്ട് H2CO3 ഉണ്ടായി. കാർബോണിക് ആൻഹൈഡ്രേസിൻ്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡും H2O ആയിട്ട് മാറി കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്തു. ഓക്കെ, ലിബറേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും നമ്മുടെ ലങ്സിനകത്തെത്തും, എന്നിട്ട് അത് എക്സൈൽ ചെയ്ത് പോകും. ഓക്കെ, അതല്ലാതെയും ഹീമോഗ്ലോബിനും കാർബൺ ഡൈ ഓക്സൈഡും നോർമലി ഉള്ളതിനെ ലിബറേറ്റ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് പോകുന്നുണ്ട്. നിങ്ങൾക്കിവിടെ ആരോ മാർക്കിൽ കാണാം, H+ കാണുന്നില്ലേ? ഈ H+ വീണ്ടും H+ഉം SCO3 ആയിട്ട് റിയാക്ട് ചെയ്യും. H2CO3 ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, വാട്ടർ അവിടെ തന്നെ നിൽക്കും, നമുക്ക് വീണ്ടും ആവശ്യമുണ്ടായിന്. എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്ത് ആൽവിയോളയ്ക്കകത്തുനിന്ന് എക്സ്ഹെയിൽ ചെയ്ത് പോകും. ഓക്കെ, ഈ റിവേഴ്സ് ക്ലോറൈഡ് ഷിഫ്റ്റ് ജസ്റ്റ് നോക്കി വെക്കുക. ക്ലോറൈഡ് ഷിഫ്റ്റ് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം. ഇത് മനസ്സിലായല്ലോ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒറ്റ റിയാക്ഷനേ ഉള്ളൂ, ഒന്ന് പഠിച്ചു വെക്കുക. ഇത് ഇനി ടിഷ്യൂക്കകത്ത് എങ്ങനെയാണ് നടക്കുന്നത്? ഇതിപ്പോൾ ആൽവിയോളയ്ക്കകത്തേക്ക് പോയതല്ലേ നമ്മൾ കണ്ടത്. ഇനി നോർമലി ടിഷ്യൂവിൻ്റെ അകത്തോട്ടേക്ക് എങ്ങനെയാണ് പോണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടിഷ്യൂവിനകത്ത് എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയ്ക്കകത്തെത്തി. പ്ലാസ്മയിൽ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും RBCക്കകത്ത് കയറി. അപ്പോൾ RBCക്കകത്ത് കണ്ടോ കാർബോണിക് ആൻഹൈഡ്രേസ് എന്ന് എഴുതിയത് കണ്ടോ? വാട്ടറിൻ്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി റിയാക്ട് ചെയ്യും. ഇറ്റ് പ്രൊഡ്യൂസസ് H2CO3, SCO3- ആൻഡ് H+. ഡിസോസിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ SCO3- അവിടെ തന്നെ നിൽക്കില്ല, ഇതെന്ത് ചെയ്യും? നമ്മുടെ ബ്ലഡിൽ പുറത്തേക്ക് പോവും. ഓക്കെ, ഈ SCO3- പുറത്തേക്ക് പോകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട്, അപ്പോൾ മൈനസ് അല്ലേ പോണത്, നെഗറ്റീവ് ചാർജുള്ള ഒരു കോമ്പൗണ്ടാണ് പുറത്തേക്ക് പോണത്. അപ്പോൾ ഈ RBCക്കകത്ത് ഒരു ചാർജിന് ഡിഫറൻസ് ഉണ്ടാവും. കറസ്പോണ്ടിങ്ങിൽ ഒരു നെഗറ്റീവ് ചാർജുള്ള ആൾ RBCൻ്റെ അകത്തോട്ടേക്ക് കയറണം. അപ്പോൾ SCO3- പകരം Cl- അകത്തേക്ക് കയറും. അങ്ങനെ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ക്ലോറൈഡ് RBCൻ്റെ ഉള്ളിലേക്ക് കയറുന്ന പ്രോസസ്സിനാണ് നമ്മൾ പറയുന്നത് ക്ലോറൈഡ് ഷിഫ്റ്റ്.
ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ മനസ്സിലായോ നിങ്ങൾക്ക്? കാർബോണിക് അൻഹൈഡ്രേസ് ഉണ്ടാവും, H2CO3, SCO3 മൈനസ് എച്ച് പ്ലസ്, പിന്നെ ആ എച്ച് പ്ലസ് പിന്നെയുള്ള അതിനകത്ത് ഓക്സിജൻ ഉണ്ടാവുമല്ലോ, RBCൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും, ഹീമോഗ്ലോബിനും ഓക്സിജനും ആവും. എന്നിട്ട് ഓക്സിജൻ ലിബറേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകും, അത് ടിഷ്യൂവിനകത്തേക്ക് പോകും. ഇപ്പുറത്ത് കാണിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പുറത്ത് വരുന്നത്. ആരോ മാർക്കിൽ വ്യത്യാസം ഉണ്ടാവും, കണ്ടോ? ഒന്ന് പുറത്തേക്ക് പോകുന്നത്, ഒന്ന് ഓക്സിജൻ അകത്ത് കയറി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നതും, ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അകത്ത് കയറി ഓക്സിജൻ പുറത്തേക്ക് പോകുന്നതും, രണ്ടും ഓപ്പോസിറ്റ് ആക്ഷനാണ് വരുന്നത്. ദെൻ ക്ലോറൈഡ് ഷിഫ്റ്റ് പറഞ്ഞു. ദെൻ ഹാൽഡെയ്ൻ ഇഫക്റ്റ്, ഇതും കൂടെ കഴിഞ്ഞു കേട്ടോ. ഹാൽഡെയ്ൻ ഇഫക്റ്റിൽ വരുന്നത് ലോവർ ദി എമൗണ്ട് ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ദ ഹയർ ദി കാർബൺ ഡൈ ഓക്സൈഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ബ്ലഡ്. കാരണം ഓക്സി ഹീമോഗ്ലോബിനും കാർബൺ ഡൈ ഓക്സൈഡും അല്ലെങ്കിൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ബ്ലഡിലെ ലെവൽ എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്സി ഹീമോഗ്ലോബിൻ്റെ ലെവൽ കുറയുമ്പം കാർബോക്സി ഹീമോഗ്ലോബിൻ്റെ ലെവൽ ബ്ലഡിൽ കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഓക്സിജൻ്റെ ലെവൽ കുറയുമ്പം കൂടുതൽ എമൗണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യാം? അക്കോമഡേറ്റ് ചെയ്യാം. ഈ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഹാൽഡെയ്ൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരാളുടെ ലെവൽ കുറയുമ്പോൾ മറ്റേയാളുടെ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ്. ഇത് നോർമലി നമ്മളെ ആൽവിയോളേക്ക് അകത്തുനിന്ന് ഓക്സിജൻ പെർസെൻറ്റേജ് ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്സിജൻ ലിബറേറ്റ് ചെയ്യുന്നു, ഡിസോൾഡായി റെഡ് സെല്ല് വഴി ഹാർട്ടിനകത്തുനിന്ന് എങ്ങോട്ട് പോകും? സിസ്റ്റമിക് കാപ്പിലറീസ് വഴി ഡിസോൾഡാണ്. ഹീമോഗ്ലോബിൻ ടിഷ്യൂവിലോട്ടേക്ക് പോകും, ഹീമോഗ്ലോബിൻ ഫ്രീ ആയി. ടിഷ്യൂവിനകത്തുനിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് H2CO3 കണ്ടോ, കാർബൺ ഡൈ ഓക്സൈഡായിട്ട് റിയാക്ട് ചെയ്തു. എന്നിട്ട് റൈറ്റ് ഏട്രിയത്തിലെത്തും, വീണ്ടും ലങ്സിലെത്തും, ലങ്സിൽ നിന്ന് അത് വീണ്ടും 3 ഫോമിൽ ലിബറേറ്റ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നു. ഈ പ്രോസസ്സാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റം. ഇതോടുകൂടി നമുക്ക് ഈ ചാപ്റ്റർ തീരും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഇത്. താങ്ക് യു.